വെൽക്കം ബാക്ക് ടു സൈനേ സ്റ്റോറി ബൈ MJB. ഞാനെന്നുള്ളത് തൃശ്ശൂരാട്ടാ. തൃശ്ശൂർ നമ്മളുടെ ഹെഡ് ഓഫീസിലാണ് ആദംസ് സൈന്. ഇവിടെ നിന്നാണ് നമ്മളുടെ ആദംസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സൈനേജ് മെറ്റീരിയൽസിന്റെ ഒരുപാട് കളക്ഷൻസ് ഉള്ള തൃശ്ശൂരത്തെ നമ്മളെ സ്ഥാപനം വരുന്നത് കൊക്കാല വെളിയന്നൂർ റോട്ടിലാണ് കേട്ടോ നമ്മളെ സ്ഥാപനം വരുന്നത്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആദം സൈനിലുള്ള കുറച്ച് മെറ്റീരിയൽ വീഡിയോസും എന്തൊക്കെ നമ്മളുടെ ഈ സ്ഥാപനത്തിൽ ഉണ്ടെന്നുള്ളതൊക്കെ ഞാൻ മൊത്തത്തിലൊന്ന് ഞാൻ ഓടിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മളുടെ ആദം സൈന് വരുന്നത് കൊക്കാല വെളിയന്നൂർ റൂട്ടിലാട്ടോ വരുന്നത്. അതായത് റെയിൽവേ സ്റ്റേഷൻ, KSRTC ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ശക്തൻ സ്റ്റാൻഡ് ഇതിന്റെ അടുത്താണ്, വളരെ അടുത്താട്ടോ വരുന്നത്. അപ്പോൾ നമ്മളെ സ്ഥാപനത്തിലോട്ട് കയറുമ്പോൾ തന്നെ ഈ സൈഡിൽ കുറച്ച് ഡിസ്പ്ലേ സ്റ്റാൻഡുകൾ ഉണ്ട്. ഇതൊക്കെ വുഡൻ സ്റ്റാൻഡുകളാണ്. അതായത് നമ്മളുടെ ഈ കാറ്ററിംഗുകാർ, അതേപോലെ ഹോട്ടല്, അതുപോലുള്ള ആളുകളൊക്കെ ഒരുപാട് യൂസ് ചെയ്യും. ഇതേപോലെ സ്റ്റാൻഡുമ്മൽ ഇതുപോലുള്ള ബോർഡുകൾ നമ്മളുടെ ഹോട്ടലിന്റെ ഓഫീസിന്റെ എന്തെങ്കിലുമൊക്കെ പരസ്യങ്ങൾ വെക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാൻഡുകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ വുഡൻ സ്റ്റാൻഡുകളാണ്, പല രീതിയിലുള്ളത്. ഇത് ഡബിൾ സൈഡ് സ്റ്റാൻഡുകളാണ്. ഇവിടെയും പരസ്യം വെക്കാം, ഇവിടെയും പരസ്യം വെക്കാം. പിന്നെ ഇത് മെറ്റൽ സ്റ്റാൻഡാണ്. മെറ്റൽ സ്റ്റാൻഡിന്റെ മുകളിൽ ഇവിടെ ഒരു റൈറ്റിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഈ സ്കൂളുകളിലും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന റൈറ്റിംഗ് ബോർഡ്, ഇത്തരം പ്രൊഡക്റ്റുകളൊക്കെ നമ്മളിലുണ്ട്. അപ്പൊ നമ്മൾ സ്ഥാപനത്തിൽ കയറി വരുമ്പോൾ തന്നെ ഈ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ സ്ഥാപനത്തിന്റെ ഒരു ടോട്ടൽ ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡിസ്പ്ലേ പ്രൊഡക്റ്റുകൾ ഇവിടെ ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതായത് ID കാർഡ് ഐറ്റംസുകൾ, സിലിക്കോൺ, സ്പ്രേ പെയിന്റ്, ഒരുപാട് ഐറ്റംസുകൾ. ഇതൊക്കെ നെയിം പ്ലേറ്റുകളാണ്. നമ്മുടെ ഓഫീസുകളിലൊക്കെ നമ്മളുടെ മാനേജർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതി വെക്കുന്ന നെയിം പ്ലേറ്റുകളൊക്കെ തന്നെ പല വെറൈറ്റികളുള്ള മെറ്റീരിയലുകൾ ഉണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, A4ന്റെ ഒക്കെ ചെറിയ ചെറിയ സ്റ്റാൻഡുകൾ, വുഡന്റെ സ്റ്റാൻഡാണിത്. പിന്നെ അതേപോലെ പില്ലർ സ്റ്റാൻഡുകൾ, ഒരുപാട് ഡിസ്പ്ലേ ഐറ്റംസുകൾ നമ്മളുടെ ഈ സ്ഥാപനത്തിൽ കയറി വരുമ്പോൾ തന്നെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ചകളിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അല്ലാത്ത സമയങ്ങളിൽ കസ്റ്റമേഴ്സും മറ്റു ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് നമുക്കൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കറക്റ്റായിട്ട്. അപ്പം ഇന്ന് ഞങ്ങൾ ഞായറാഴ്ച ഫാമിലി അടക്കം വന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യണം. ഇതിന് ഞാൻ എൻ്റെ നാമീസ് ഇട്ടാ. ഇത് ഞങ്ങളെ നെയ്ല പർവീൻ, ഇത് ലൈബ, ഇത് ലൈബ ആമിന. അപ്പം ഞങ്ങൾ ഫാമിലി അടക്കം വന്നിട്ടുണ്ട് ഇന്ന് ഷൂട്ടിങ് നടത്തണം കേട്ടാ. ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു കാറ്റലോഗ് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓഫീസുകൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സ്റ്റാൻഡാട്ടാ. നമ്മളുടെ ഒരുപാട് കാറ്റലോഗുകളൊക്കെ നമുക്ക് 1, 2, 3, 4, 5 തട്ടൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന സ്റ്റാൻഡുകൾ നമ്മളെ കയ്യിലുണ്ട്. പിന്നെ ഇത് ഫുള്ള് കട്ടറുകൾ, ടൂൾസ് ഐറ്റംസുകളാണ് ഈ വെച്ചിട്ടുള്ളത്. കട്ടർ ഐറ്റംസുകൾ, പിന്നെ ഇവിടെയൊക്കെ കട്ടറുകൾ, സ്ക്യൂസർ ഐറ്റംസുകൾ, ഒരുപാട് സ്ക്യൂസറുകൾ, വെറൈറ്റി സ്ക്യൂസറുകൾ ഇവിടെ ഒക്കെ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ സൺ കൺട്രോൾ ഫിലിം ഒട്ടിക്കുന്നതും സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്നതായ ഒരുപാട് സ്ക്യൂസർ ഐറ്റംസുകൾ, പല രീതിയിലുള്ള വൺ സൈഡ് ഫോം ഉള്ളത്, പ്ലാസ്റ്റിക്, അങ്ങനത്തെ ഒരുപാട് ടൈപ്പ് സ്ക്യൂസറുകൾ നമ്മളെ കയ്യിലിവിടെ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അതേപോലെ ഇപ്പുറത്തെ സൈഡിലും കുറച്ച് ഡിസ്പ്ലേ ഐറ്റംസുകളുണ്ട്. ഇവിടെ നമ്മൾ RV എന്ന് പറഞ്ഞ LED കുറച്ച് ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് റിജർ ബാർ LED-കളാണ്. പിന്നെ ഇവിടെ ഗമ്മുകൾ, ഇതൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് മുമ്പത്തെ വീഡിയോയിൽ. ഗ്രീയുടെ ഗമ്മുണ്ട് നമ്മളെ കയ്യിൽ. പിന്നെ അതേപോലെ SAN43 എന്ന് പറഞ്ഞ ഗമ്മുണ്ട്. ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസുകൾ ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ LED മൊഡ്യൂളുകളും പവർ സപ്ലൈകളൊക്കെയാണ് ഒരുപാട് വെച്ചിട്ടുള്ളത്. LED മൊഡ്യൂൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ, ഈ നമ്മുടെ സൈൻ ബോർഡിന് വെക്കുന്ന LED-കൾ ഒരുപാട് ടൈപ്പുകളൊക്കെയാണ്. അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് വിശദമായിട്ടൊരു വലിയ വീഡിയോ ഒക്കെ ചെയ്യാനുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ എക്കറിലേക്ക് ഒട്ടിക്കുന്ന പശകൾ, പിന്നെ ഇതേപോലെ ഫ്ലെക്സ് ഒക്കെ പ്രിന്റ് ചെയ്യുന്ന ഇങ്ക്, സിലിക്കോണ്, അതേപോലെ സെല്ലോ ടാപ്പുകൾ, ഡബിൾ സൈഡ് ടാപ്പുകൾ, ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത ഒരു ഹാളിലോട്ട് പോവാണ്. അടുത്ത ഹാളിൽ പോവാന്ന് പറയുമ്പോൾ നമ്മളുടെ സ്റ്റിക്കർ ഐറ്റംസുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വെച്ചിട്ടുള്ളത് കേട്ടോ. അതായത് ഇതൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ മോഡൽ സ്റ്റിക്കറുകളാണ്. നമ്മളുടെ വണ്ടിമേൽ ഒട്ടിക്കുന്നതും ഗ്ലാസ്സിൽ ഒട്ടിക്കുന്നതൊക്കെ സ്റ്റിക്കർ ഐറ്റംസുകൾ. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ആദംസ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ, തിരുവനന്തപുരത്തെ സ്ഥാപനത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ സൺ കൺട്രോൾ ഫിലിമുകളുടെ ഒരു എന്താ പറയുക, എല്ലാ പ്രൊഡക്റ്റുകളും കൂടി വെച്ചിട്ടുള്ളൊരു മൊത്തത്തിലുള്ള ഡിസ്പ്ലേ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് കളക്ഷൻസ് സ്റ്റിക്കർ ഐറ്റംസുകൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു റൂമിലോട്ട് വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കറിൻ്റെ തന്നെ വേറെ പല പല കമ്പനികളുടെ സ്റ്റിക്കറുകൾ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് വന്നിട്ട് അവർക്ക് വേണ്ട കളർ അവർ സെലക്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നതാണ്.
ഇവിടെ വേറൊരു ഹോളും കൂടി ഉണ്ട്. ഇവിടെ നമ്മൾ ഫുൾ വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺ കൺട്രോൾ ഫിലിമുകളാണ്. ഒരുപാട് സൺ കൺട്രോൾ ഫിലിമുകളെ കളക്ഷൻസ് ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഒട്ടനവധി സൺ കൺട്രോൾ ഫിലിമുകൾ നമ്മളെ കയ്യിലുണ്ട്. പല ഷെയ്ഡുകളിൽ പല കളറുകളിലൊക്കെയുള്ള ഡിസൈനുകളിലൊക്കെ ഉള്ള സൺ കൺട്രോൾ ഫിലിമുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് എച്ചിങ്ങുകൾ, ഫ്രോസ്റ്റഡ് എച്ചിങ്ങുകൾ, അതായത് നമ്മളുടെ ഓഫീസുകൾ ബിൽഡിങ്ങുകളിലൊക്കെ ഗ്ലാസ്സുമ്മ ഡിസൈനായിട്ട് ഒട്ടിക്കുന്നത്. അതായത് ഇതിപ്പോൾ ഒരു ഓഫീസിൻ്റെ ചില്ലുമ്മൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട അതിനെ കാണില്ല, നമുക്കൊരു സേഫ്റ്റി, ഒരു മറ കിട്ടും. എന്നാൽ ഡിസൈനോ ഫുൾ മറയുന്നില്ല, അതിൻ്റെ ചെറിയ ഗ്യാപ്പിൽ കൂടെ നമ്മളെ കാണാം. അങ്ങനത്തെ ഒരുപാട് ഡിസൈനുകൾ നമ്മളെ കയ്യിലുണ്ട്. അതിൻ്റെ ഒക്കെ ഡിസ്പ്ലേകളാണ് ഇവിടെ ഈ വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ അതേപോലെ ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ കളറിലുള്ള ഗോൾഡൻ കളറ്, അതുപോലെ കളർ ഷെയ്ഡിലുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു റൂമിൽ ഞങ്ങൾ വെച്ചിട്ടുള്ള മെയിനായിട്ട് വെച്ചിട്ടുള്ളത് വെച്ചാൽ ഇതൊക്കെ കംപ്ലീറ്റ് വാൾ സ്റ്റിക്കറുകളാണ്. ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, ഒട്ടനവധി വെറൈറ്റി ഡിസൈനുകൾ, വാൾ സ്റ്റിക്കറിൻ്റെ ഡിസൈനുകൾ. ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ. അതൊക്കെ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഇപ്പോൾ ഓഫീസുകളുടെ ആയാലും വീടുകളുടെ ഒക്കെ ആയാലും ചെമരുകൾ അല്ലെങ്കിൽ വാള് എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഭാഗം ഡിസൈൻ ചെയ്യാനായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇതൊക്കെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ ടേബിളുമേലൊക്കെ നമ്മുടെ ഗ്ലാസ് ടേബിളുമേലൊക്കെ ഇതൊക്കെ ഒട്ടിച്ചിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ടേബിളുമേലൊക്കെ ഒട്ടിച്ചുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. എൻ്റെ വീട്ടിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ ഒരുപാട് റാപ്പിംഗ് പ്രൊഡക്റ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടികളുടെയൊക്കെ കളറ് മാറ്റുന്ന റാപ്പിംഗ് സ്റ്റിക്കറുകൾ എല്ലാതും ഒരുപാട് വെറൈറ്റികളുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പോകുന്ന സ്റ്റിക്കറാണ് 4G കാർബൺ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒട്ടനവധി സൈനേജിൻ്റെ മെറ്റീരിയലുകൾ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ സ്ഥാപനത്തിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് അറിയുന്ന ആളുകളാണ് ആദംസ് സൈന് തൃശ്ശൂർ ബേസ് ചെയ്തുള്ള ആളുകൾ. ആദ്യമായിട്ടാണ് ആദംസ് സൈനിനെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള സൈനേജ് മെറ്റീരിയലുകളും നമ്മളെ കയ്യിൽ ബെസ്റ്റ് പ്രൈസിൽ അവൈലബിൾ ആണ്. ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ മാത്രമേ നമ്മൾ ഇവിടെ വിൽക്കുന്നുള്ളൂ. ഇപ്പോൾ സൈനേജ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ആദ്യമായിട്ടാണ് നമ്മളെ സ്ഥാപനത്തെ പറ്റി അറിയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടും പുതിയ വിശേഷങ്ങളായിട്ടും ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതാണ്. അപ്പോൾ മറക്കണ്ട, സൈനേജ് സ്റ്റോറി ബൈ MJB.